പല സ്കൂളിൻ്റെയും പല കോളേജസിൻ്റെയും നമ്മുടെ കുട്ടികൾ ഇവരൊക്കെ താമസിക്കുന്നതിൻ്റെ മധ്യത്താണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് പൊതുജന സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ളൊരു ലേഡി സ്റ്റാഫ് അവിടെ ജോലി ചെയ്യുന്ന നോക്കിയ അവർക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖമുണ്ട്, ഇതിനെ ചെക്ക് ചെയ്യാനായിട്ടൊരു സംവിധാനമില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആണ് അവർ ആ ലൈസൻസ് റിന്യൂവലിന് വേണ്ടിയിട്ട് വരുന്നത്. അതുപോലെ പല ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ സ്പാകളൊക്കെ ഇങ്ങനെ തടിച്ചു കൊടുക്കാൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടായതുകൊണ്ടല്ലേ? തന്നെയാണ്. മാത്രമല്ല ആൾക്കാര് നമ്മുടെ രമേശ് തായ്ലൻഡ്, കാരണം ഞാൻ പറയട്ടെ, പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്ത് പോലും ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സമീപനമുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ നമ്മൾ ന്യൂസുകളിൽ വായിച്ചത് ഇല്ല, അതാ പറയുന്നത്. കുറച്ച് മുമ്പ് ന്യൂസുകളിലൊക്കെ നമ്മൾ വായിച്ചത് ടെലികോളിംഗ് എന്ന് വിളിച്ചു വരുത്തി ആ പെൺകുട്ടിനെ എന്ത് ചെയ്ത് റൂമിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റി മസാജ് ചെയ്യിപ്പിച്ചു. അതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണോ? ഒരാളങ്ങ് വലിച്ചു കയറ്റിട്ട് മസാജ് എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ചെയ്യോ? വെള്ളരിക്കപ്പെട്ടെന്നല്ലോ. അത് രണ്ടും രണ്ടാണ്. കൂട്ടബലാത്സംഗം ചെയ്യുന്നതും ഒരാൾ നിർബന്ധിച്ച് കയറ്റുന്നതും രണ്ടും രണ്ടാണ് സാർ. അത് സാർ മനസ്സിലാക്കണം. രണ്ടും രണ്ടാണ്. അത് സാർ ആദ്യം മനസ്സിലാക്കണം. അത് ഒരിക്കലും ഒരാളാണ് വലിച്ചു കയറ്റിട്ട് പിന്നെ മസാജ് ചെയ്യാൻ വേണ്ടി ആ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ മസാജിങ് നടക്കുന്നത്. അല്ലാണ്ട് ഇവർ പറയുന്നത് വേറെ ഒന്നുമല്ല, മനസ്സിലായോ? അല്ലാണ്ട് മറ്റേ ലൈസൻസ് ഇല്ല, ഇല്ലീഗൽ നടത്തുന്നു, അത് ഇവരെ ബിസിനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ, അതായത് ആയുർവേദ ബിസിനസ്സിന് ബുദ്ധിമുട്ട് വരികയും നമുക്ക് നല്ല ബിസിനസ് നല്ല കച്ചവടം കിട്ടുമ്പോൾ ഇവർക്ക് അസൂയാണത്.